Circuit, directed by Thamar, starring Asif Ali and Divya Prabha. ഒരു ഒന്നാന്തര നമ്പർ വൺ ഒരു ഫീൽ ഗുഡ് മൂവി. സൂപ്പർ, അടിപൊളി, ഏത് ലെവലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. അത്രക്ക് ബെസ്റ്റ്. ഞാൻ ഒരു 2025 ഇങ്ങോട്ട് ഒരു ഫീൽ ഗുഡ് മൂവി നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷെ ഈ ഒരു മൂവി എന്ന് പറയുന്നത് ഒരു ഹൈ ക്ലാസ് എപ്പിക് ഫീൽ ഗുഡ് മൂവി. കണ്ടിരിക്കാൻ പറ്റിയ നമുക്ക് ഏതൊരു 27 വയസ്സുകാരൻ്റെയും അല്ലെങ്കിൽ ഏതൊരു 25 to 30 വയസ്സുകാരൻ്റെയും ലൈഫ് സ്ട്രഗ്ലിങ് ഇതിൽ ഒന്നടക്കം കാണിച്ചു തരാൻ ഡയറക്ടർക്ക് സാധിച്ചിട്ട് എന്നുള്ളതാണ് ഈ ഒരു പടത്തിന്റെ ഏറ്റവും വലിയ ഒരു സക്സസ് എന്ന് പറയുന്നത്. ഒരു കൊമേഴ്ഷ്യലി ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്നും ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ട് എനിക്ക് മതിയാവുന്നില്ല, എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നും ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ തന്നെ ഈ ഒരു പടത്തിന് അത്രത്തോളം ഒരു ബിസി നമ്മൾ കാണുന്നില്ല. സീറ്റുകളൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പടത്തിന്റെ സോള് കണ്ടിട്ടല്ല ഇന്നത്തെ ഇന്നത്തെ തലമുറയിലെ ആളുകൾ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയിലെ ജനങ്ങൾ ഒരു പടത്തിന്റെ അല്ലെങ്കിൽ ഒരു സിനിമയുടെ സോള് കണ്ടിട്ടല്ല ഒരു പടം ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ഈ ഒരു പടത്തിന് ഈ 2025 ഏറ്റവും ബെസ്റ്റ് മൂവിയിലൊന്നാണ്. തുടരും എടുത്തു നോക്കി കഴിഞ്ഞാൽ തുടരും ഈസ് എ വണ്ടർഫുൾ മൂവി. ഒന്നാന്തരം മൂവിയാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തുടരിനേക്കാളും ഒരു പിടി മുകളിൽ നിൽക്കുന്ന ഒരു മൂവിയാണ് സർക്കിട്ട് എന്ന് പറയുന്നത്. എന്താ പറയാ, നമുക്ക് ഓരോരുത്തരുടെയും നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ഒരു ജോലി കൊണ്ട് നമ്മൾ മാനസികമായിട്ടും സമ്മർദ്ദത്തിലാവുന്ന ഒരു യുവാവിന്റെ കഥ പറയുന്ന ഒരു മൂവി. അതുപോലെ തന്നെ ഒരു 2 ലൈനിലാണ് ഈ ഒരു മൂവി പോകുന്നത്. അപ്പം അത് ഞാൻ പറയുന്നില്ല, നമുക്കത് പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും. പക്ഷെ എങ്കിലും ഒരു 2 ലൈൻ സ്റ്റോറി വളരെ രസകരമായിട്ട് എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആസിഫ് അലി എന്ന് പറയുന്ന നടന്റെ ഒരു ഔട്ട്പുട്ട് എന്താണ് ഇദ്ദേഹം ചെയ്തു വെച്ചിട്ടെന്നുള്ളത് ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. കണ്ണുകൾ, കൈകൾ, വിരലുകൾ, ചുണ്ടുകൾ വരെ ആസിഫ് അലിയുടെ അഭിനയിക്കുന്നത്. നമ്മൾ പണ്ടൊരു മോഹൻലാലിന്റെ ഒക്കെ പറയില്ല, മോഹൻലാലിനായിട്ട് കമ്പയർ ചെയ്യുകയൊന്നുമല്ല, പക്ഷെ എങ്കിലും ആസിഫ് അലി എന്ന് പറയുന്ന ഗ്യാരണ്ടി നടൻ ആയി മാറിക്കഴിഞ്ഞു. പണ്ട് ആസിഫ് അലിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫീൽ ഗുഡ് മൂവീസ് എപ്പോഴും ആസിഫ് അലി എന്ന് പറയുന്ന നടന്റെ കയ്യിൽ ഭദ്രമായിരിക്കും, ഫീൽ ഗുഡ് മൂവി. പക്ഷെ ഈ ഒരു മൂവി ശരിക്കും എന്താ പറയാ, അങ്ങേയറ്റം നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു മൂവി, അങ്ങേയറ്റം ഡ്രാമ തന്നെയാണ്, ഇരുത്തിക്കളയുന്നൊരു മൂവിയാണ്. നമ്മൾ ഈ 2 ലൈൻ സ്റ്റോറി ആണെങ്കിലും ഈ 2 ലൈൻ ഓഫ് സ്റ്റോറികളും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള 2 സ്റ്റോറികളാണ്. പിന്നെ ഈ പറയാവുന്നതിൽ വെച്ച് ഗോവിന്ദ് വസന്ത മ്യൂസിക് ഡയറക്ടറാണ്. അറിയാം, തൈക്കുടം ബ്രിഡ്ജിന്റെ എന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. വളരെ രസകരമായിട്ട് ഈ ഒരു മ്യൂസിക് ലൈൻ ചെയ്തു. അതേപോലെ തന്നെ ഇതിൽ ആക്ട്രസ് ആയിട്ടുള്ള ദിവ്യപ്രഭ എന്ന് പറയുന്ന നമ്മുടെ ആക്ട്രസ് ദിവ്യപ്രഭ ഒരു കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒന്ന് ഒരു ആക്ട്രസിന് കൊടുക്കുമ്പോൾ ഈ ദിവ്യപ്രഭ എന്ന് പറയുന്ന നടൻ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു ക്യാരക്ടറിന് ഒന്നും കൂടി ഹൈപ്പ് കൊടുത്തുകൊണ്ട് ഒന്നും കൂടി ബൂസ്റ്റപ്പ് ചെയ്യേണ്ട ക്യാരക്ടറായിരുന്നു ദിവ്യപ്രഭ എന്ന് പറയുന്ന ഈ ഒരു ആക്ട്രസ് ചെയ്യേണ്ടിയിരുന്നത്. കുറച്ചുകൂടെ ഒരു ബൂസ്റ്റപ്പ് കൊടുത്തിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു അത്. ഒന്നും കൂടി ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ നമ്മുടെ ഫീൽഡിൽ ഉണ്ടായിരുന്നു. അതേപോലെ ദീപക് പരമ്പോൾ ആണ് ഇതിൽ വേറൊരു ലൈൻ. അദ്ദേഹം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ദീപക് പരമ്പോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ബെസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഓരം ഹൈദർ. അറിയാമല്ലോ, നമ്മുടെ യൂട്യൂബിലൊക്കെ നമ്മളെ ഫെയിമാണ്. ഒരു ജ്യേഷ്ഠനും മനിയും ഒരു ഉമ്മയും. നല്ല വൃത്തിയായിട്ട് ചെയ്തു, കുഞ്ഞ് അടിപൊളിയായിട്ട് ചെയ്തു. പക്ഷെ ഓരം ഹൈദറിനേക്കാളും ഒന്നും കൂടി ഈ കുട്ടികളുടെ ഈ അഭിനയത്തിൽ ഒന്നും കൂടി ഈ കുട്ടിയുടെയും അമ്മയുടെയും റോൾ എന്ന് പറയുന്നത് അത്രക്ക് പ്രധാനമാണ് ഈ ഒരു സിനിമയിൽ. ഈ 2 പേരും ഒന്നും കൂടിയും ഹൈപ്പായി എനിക്ക് അങ്ങനെ തോന്നി. ഈവൻ ഇത് മുമ്പോട്ട് പോകുന്തോറും ഇവിടെ കപ്പാബിലിറ്റി ഓഫ് ആക്ടിങ് സ്കിൽ കൂടും, തീർച്ചയായിട്ടും കൂടും. പക്ഷെ ഇത് ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ടായിരിക്കാം
ഒന്നും കൂടി നന്നാക്കാമായിരുന്നു. പക്ഷേ ആസിഫ് അലി എന്ന് പറയുന്ന നടന്റെ കയ്യിൽ ഈ റോൾ ഭദ്രമായിരുന്നു. അത് നമുക്ക് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന അത്രക്ക് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഒരു റോളായിരുന്നു. അത് ആസിഫ് അലിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നമുക്ക് സാറ്റിസ്ഫൈ ആയിട്ട് നമുക്ക് പടം കാണാൻ പറ്റുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പടത്തെ ബൂസ്റ്റപ്പ് ചെയ്യണം. എല്ലാവരും ഈ ഒരു പടത്തെ എൻകറേജ് ചെയ്യണം. ഈ ഒരു പടത്തിൽ പോയി കാണണം, തിയേറ്ററിൽ പോയി കാണണം. എങ്കിൽ ഈ ഒരു പടത്തിനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരണം. വെറും ഒരു എമ്പുരാനോ വെറും ഒരു തുടരുമോ അല്ലെങ്കിൽ അതുപോലത്തെ ജിംഖാനയോ എന്ന് പറയുന്ന പടങ്ങളായിരിക്കരുത്. ഇങ്ങനത്തെ ഫീൽ ഗുഡ് പടങ്ങൾ നമ്മൾ എപ്പോഴും സ്വാഗതം ചെയ്യണം. നമുക്ക് എല്ലാവർക്കും നമ്മൾ ജീവിതത്തിൽ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിയുമ്പോൾ അത് നമുക്ക് വളരെയധികം നമ്മളെ ഒരു ഉന്മാദപ്പെടുത്തും. അത് രസകരമായിരിക്കും. നമ്മളെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മളെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിയുമ്പോൾ നമുക്ക് വളരെ രസകരമായിരിക്കും. അല്ലാതെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെ കൊമേഴ്ഷ്യലി നമ്മൾ സക്സസ്ഫുൾ ആവുക എന്നുള്ളതല്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജിതു ജോസഫിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ദൃശ്യം 3യുടെ ക്ലൈമാക്സ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. പക്ഷേ അതെടുത്താൽ പൈസയാണ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി ബിസിനസ് ആണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അതിനു വേണ്ടി ചെയ്യുന്നില്ല. അതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പണത്തിന് വേണ്ടി മാത്രമല്ല, നമുക്ക് എന്താണോ നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്നത് അത് നമുക്ക് ജനങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റണം. ഇതിൽ എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് തോന്നിയ ഒരു സീനുണ്ട്. ഓ മൈ ഗോഡ്, ആസിഫ് അലിയും ഒരു ഹോട്ടലിന് ഒരു സീനുണ്ട്. അതിൽ ആസിഫ് അലി വാക്കുകൾ കൊണ്ടല്ല കണ്ണുകൾ കൊണ്ടാണ് അഭിനയിക്കുന്നത്. ആ സീനുകൾക്കൊന്ന് പോയി കാണണം. തീർച്ചയായിട്ടും തിയേറ്റർ മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ പോയി കാണുക. വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് ഞാൻ ഗ്യാരണ്ടി തരുന്നു, 100% ഗ്യാരണ്ടി തരുന്നു. ഈ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും വലിയൊരു സിനിമ ആസ്വദിക്കാനും ഏറ്റവും വലിയൊരു ലൈഫിലെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ബിഗ് സ്ക്രീനിൽ കാണാനും സാധിക്കും എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. ഈ പടം പോയി കാണുക തന്നെ വേണം. താങ്ക് യു.